രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പം വന്നിട്ടുണ്ട്. കൈരളി ചാനലിലെ റിപ്പോർട്ടർക്ക് ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം രാഹുലിനോട് ആരെങ്കിലും കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഉരുളയ്ക്ക് ഉപ്പേരി രീതിയിൽ നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, എന്നാലും വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആ വീഡിയോ ഇവിടെ വെച്ച് തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ പേടി സ്വപ്നം രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ രാഹുലിൻ്റെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ രാഹുലുമായിട്ടൊരു ലൈവ് വരാൻ പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുലിനെ പോയി കാണുന്ന സമയത്ത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ലൈവ് എപ്പോഴാണോ ഞാൻ വരുന്നത് ആ സമയത്ത് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഒരുപാട് വാർത്തകളിലും ന്യൂസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ, കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം മാത്രമല്ല രാഹുലിൻ്റെ ഈ ഒരു കേസ് ഇപ്പം നമ്മളെവിടെയും കാണുന്ന പോലുമില്ല. മറ്റേത് ഇലക്ഷന് മുമ്പ് ഡെയിലി രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും ഒരു വാർത്തയും ചെയ്യേണ്ട. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ആ ഇലക്ഷൻ സ്റ്റണ്ട് കഴിഞ്ഞു. ഇനി രാഹുലുമായിട്ട് ഒരു വാർത്തയും നമുക്ക് ഇപ്പോൾ എവിടെയും കാണാനും ഇല്ല, ആർക്കും പറയാൻ വേണ്ട. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഏറ്റവും അവസാനമായിട്ട് സാജൻ സക്രിയാണ് രാഹുലിൻ്റെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കേസിലെ കുറ്റപത്രം തിരിച്ചയച്ചു പോലീസിന് തന്നെ. കാരണം അതിനകത്തൊന്നും തെളിവില്ല എന്നതിൻ്റെ പേരിലാണ് അത് തിരിച്ചയച്ചേക്കുന്നത് എന്നൊരു വാർത്ത കണ്ടത്. വേറെ മാധ്യമങ്ങളിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഇലക്ഷൻ്റെ ഒരു ഡ്രാമയാണെന്ന് എല്ലാവർക്കും അതിൽ കൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയില്ല, ഒന്നുമില്ല. മറ്റേത് ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നില്ലേ. ഓക്കെ, ഞാനിവിടെ ആ വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, കൈരളി ചാനലിൻ്റെ സ്വഭാവം നമുക്കറിയാം. എവിടെ എന്ത് ചോദ്യം ചോദിക്കണമെന്ന് അറിയാത്തൊരു ഒരു റിപ്പോർട്ടറായിരിക്കും കൈരളി ചാനലിനുള്ളത്. അപ്പം രാഹുലിനോടൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് രാഹുൽ നല്ല ഉരുളയ്ക്കുപ്പേരി രീതിയിൽ ചുട്ട മറുപടി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടുപോകെ. കേരളത്തിന്റെ DGP മറ്റേ എന്താ ചങ്ങാതിയുടെ പേര്, മറ്റേ കൂത്തുപറമ്പ് വെടിവെച്ചു വന്നാണ് റവാഡ, കൂത്തുപറമ്പ് മറ്റേ സഹാക്കന്മാരെ വെടിവെച്ചു വന്ന റവാഡ, അയാളല്ലേ കേരളത്തിന്റെ DGP. എന്റെ കീഴിലല്ലല്ലോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അങ്ങ് തന്നെ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് അങ്ങ് തന്നെ പറയൂ ആ DGPയോട് ഒന്ന് അന്വേഷിച്ചിട്ട്. വലിയ വിഷയമല്ലേ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? അല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൊള്ളാം. നിങ്ങൾ എന്നെ സഹായിക്കാൻ നിൽക്കുകയാണല്ലോ കൈരളി. നിങ്ങൾക്ക് എന്നെ അങ്ങ് തീർക്കാനായിട്ടുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? നിങ്ങൾ ആ റവാഡ എന്ന് പറയുന്ന, നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന ആളാണല്ലോ, DGP ആണല്ലോ. മറ്റേ നമ്മുടെ മനസ്സിലായില്ലേ, നമ്മുടെ കൂത്തുപറമ്പിലെ സഹാക്കന്മാരെ വെടിവെച്ച് വന്ന ആ റവാഡയാണ് ഇപ്പൊ കേരളത്തിലെ DGP. ആ DGPയോട് പറയുക രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഇങ്ങനൊരു ആക്ഷേപമുണ്ട്. ബിരിയാണിന്ന് എന്താ പറഞ്ഞേ, ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് ആ പൈസ കൊണ്ട് പാലക്കാട് ഉപയോഗിച്ചപ്പോ സ്വർണ്ണച്ചെമ്പിലാണല്ലോ ബിരിയാണി ഉണ്ടാക്കിയത്. എന്റെ വേർഷൻ, പിന്നെ എന്റെ വേർഷൻ വളരെ കൃത്യമായിട്ട് കൊടുക്കുകയാണല്ലോ കൈരളി. ഇനി എന്റെ വേർഷൻ പറയുന്നു അടിസ്ഥാനരഹിതമായ ആരോപണം. ഇനി അതെടുക്കണ്ട. അങ്ങ് ഒരു കാര്യം ചെയ്യൂ, അങ്ങ് കേരള പോലീസിനോട് പറഞ്ഞിട്ട് ഒരു അന്വേഷണം എനിക്കെതിരായിട്ട് പ്രഖ്യാപിക്കൂ. ആ പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെ പിന്നെ അങ്ങേക്ക് ബോധ്യപ്പെടുമല്ലോ, കേരള പോലീസ് പറഞ്ഞാൽ ബോധ്യപ്പെടുമല്ലോ. മറ്റേ കേസ് എന്തായി? നിങ്ങൾ 1.5 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് 1.5 വർഷമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്കെതിരെ ഒരു FIR പോലും ഇതുവരെ ഇട്ടിട്ടില്ല. അന്വേഷണം ശക്തമാക്കണം. ഇത് കുറ്റാരോപിതം തന്നെ വന്നിട്ട് പറയാ ശക്തമാക്കണം. 1.5 വർഷമായിട്ട് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ അന്വേഷണം ശക്തമാക്കാൻ നിങ്ങൾ കാണുമ്പോൾ പറയണം. നിങ്ങളുടെ ഇവിടുത്തെ DYFI നേതാക്കന്മാരൊക്കെ ആയിരുന്നു പരാതിക്കാര്, അവരോട് പറയണം അന്വേഷണം ശക്തമാക്കാൻ പറയണം. എന്നിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അതിനകത്ത് അവസാനിപ്പിക്കാൻ പറയണം. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? ബിരിയാണി ചെമ്പിന്റെ വിഷയം എടുക്കണം. അപ്പൊ ഞാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഇപ്പൊ ബിരിയാണി ചെമ്പ് ആരോപണത്തിലെ 2 പ്രധാനപ്പെട്ട ആളുകൾ. എന്തായാലും കൈരളി ചാനലിലെ റിപ്പോർട്ടർക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. പുള്ളി ഇപ്പം വിചാരിക്കുമായിരിക്കും, ഈശ്വര ഞാൻ കരിമുറുക്കിനെയാണല്ലോ ചവിട്ടിയത്. എന്തായാലും വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. എവിടെ എന്ത് ചോദ്യം ചോദിക്കണമെന്ന് അറിയാത്തൊരു ചാനൽ റിപ്പോർട്ടർ കൈരളിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളായിരിക്കും അവിടെ ചോദിക്കുന്നത്. എന്തായാലും രാഹുലിൻ്റെ വായിന്ന് നല്ല വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് വാർത്ത ഞാനിവിടെ വെച്ച് തരാം, ഒരു ന്യൂസ് നിങ്ങളൊന്ന് കണ്ടു നോക്കെ. പുള്ളിയുടെ തിരിച്ചുവരവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം
എങ്ങനെ പോയാലും പുള്ളി ഉടനെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വരും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം പുള്ളി ഇപ്പം നമുക്കറിയാമല്ലോ, ഇതിലും വലിയ ഇത് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ആരോപണത്തിൻ്റെ ഒരു വിഷയം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് നല്ല വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം സുപ്രീം കോടതി എന്നുള്ള വിധിയുടെ ഭാഗമായിട്ടാണ് രാഹുലിനെ കുറ്റവിമുക്തനാക്കുന്നതെന്നാണ് ആക്കിയെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത്. എന്തായാലും ഞാൻ ആ ഒരു വാർത്തയും കൂടെ വെച്ച് തരാം, നിങ്ങളത് കണ്ടുപോകേ. യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് ഒടുവിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുകയാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചില പീഡന കേസുകൾക്ക് പ്രതിയായി രാഹുലിന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത്. 3 വ്യത്യസ്ത പീഡന കേസുകളാണ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിയമപരമായ തടസ്സങ്ങൾ കാരണം മാത്രമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുവാനുള്ള അവസരം രാഹുലിന് നിഷേധിക്കപ്പെട്ടത്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമോ, വീണ്ടും ജനപ്രീതിയാകുമോ, ഭാവിയിൽ കേരളത്തിന്റെ മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നൊക്കെ വലിയ ആകാംക്ഷയോടെയാണ് നിരവധി മലയാളികൾ ഉറ്റുനോക്കുന്നത്. ഈ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിൽ മാത്രമേ രാഹുലിന് രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്നതായിരുന്നു പൊതുവായിട്ടുണ്ടായ വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന കേസുകൾ പൂർണ്ണമായും റദ്ദാക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരോ പോലീസോ സ്വമേധ ചെയ്യുന്നതല്ല ഇത്, മറിച്ച് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ കൃത്യമായ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട 3 കേസുകളിലെയും പ്രധാന കുറ്റാരോപണം എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായിരുന്നു എന്നും അതിനാൽ തന്നെ താൻ ഈ രാജ്യത്തെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നുമാണ് കേസുകൾ ഉണ്ടായ ആദ്യഘട്ടം മുതൽ ഇന്ന് വരെ രാഹുൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഹുലിന് വലിയ ആശ്വാസമാകുന്നതും പരാതിക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്നതുമായ ഒരു നിർണായക വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ബയ്യൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ സുപ്രീം കോടതി ബെഞ്ചിന്റെ നിരീക്ഷണം അനുസരിച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം നടന്നുവെന്ന പരാതിയുമായി കോടതിയെയോ പോലീസിനെയോ സമീപിക്കുവാൻ കഴിയില്ല. ഹിന്ദു വിവാഹ നിയമത്തിലെ വകുപ്പുകൾ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് വിവാഹിതനായ ഒരു വ്യക്തിക്ക് ആ വിവാഹബന്ധം നിലനിൽക്കെ തന്നെ മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് നിയമപരമായി കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരാൾ തനിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ലെന്ന്, അങ്ങനെയുള്ള പരാതികൾ നൽകുവാൻ പോലും അവർക്ക് അർഹതയില്ലെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ഡൽഹി സ്വദേശിനിയായ ഒരു അഭിഭാഷക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസ് തീർപ്പാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റൊരാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു അഭിഭാഷകനുമായി ബന്ധം സ്ഥാപിച്ച ആ വനിത പിന്നീട് അയാൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്തു എന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഈ കേസിലാണ് സുപ്രീം കോടതി പ്രതിയായ അഭിഭാഷകനെ കുറ്റവിമുക്തനാക്കുകയോ FIR റദ്ദാക്കുകയോ മാത്രമല്ല ചെയ്തത്, മറിച്ച് വളരെ കാര്യഗൗരവമുള്ള ഈ നിയമപരമായ നിരീക്ഷണം കൂടി വിധി പ്രസ്താവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വലിയ രീതിയിലാണ് ആശ്വാസകരമാക്കുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള 3 പരാതികളിലും ആദ്യത്തെ 2 കേസുകളിലെ പരാതിക്കാർ നിയമപരമായി വിവാഹിതരായ സ്ത്രീകളായിരുന്നു. അതിലൊരാൾ മാധ്യമ പ്രവർത്തകയും മറ്റൊരാൾ വിദേശ മലയാളിയുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ 2 സ്ത്രീകളും രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും അവർക്ക് ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന, അതായത് നിയമപരമായ വിവാഹിതരായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് പ്രായപൂർത്തിയായ 2 വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ക്രിമിനൽ കുറ്റമല്ല. അതുകൊണ്ട് തന്നെ പരാതിക്കാർ വിവാഹിതരായതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ 2 പീഡന കേസുകളും റദ്ദാക്കുമെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.
ചുരുക്കത്തിൽ സാങ്കേതികമായി രാഹുലിനെതിരെയുള്ള 3 പീഡന കേസുകളും പൂർണ്ണമായും റദ്ദാക്കാൻ പോവുകയാണ്. തങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ പീഡിപ്പിച്ചു എന്ന പരാതിക്കാരുടെ വാദങ്ങളെ സുപ്രീം കോടതി വിധി പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. രാഹുൽ മാങ്കുട്ടത്തിന് ഇതിലൂടെ ഇരട്ടി ആനുകൂല്യമാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായും വിചാരണ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനാകുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിന് വലിയ തടസ്സമായിരുന്നു. എന്നാൽ ഇപ്പോൾ വിചാരണ നടപടികൾ പോലും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കേസ് തന്നെ അടിയന്തരമായി റദ്ദ് ചെയ്യാൻ സാധിക്കുമെന്ന തരത്തിലുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായ സാഹചര്യത്തിൽ രാഹുൽ എത്രയും പെട്ടെന്ന് കേരള ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അറിയാൻ കഴിയുന്നത്. സുപ്രീം കോടതി വിധിയുടെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേസുകൾ അദ്ദേഹത്തിന് റദ്ദാക്കിയെടുക്കുവാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടം 100% ഈ കേസുകളിൽ നിന്ന് വിമുക്തനാകുമെന്നും അദ്ദേഹത്തിന് നീണ്ട നിയമപര പോരാട്ടങ്ങൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്നും ഉറപ്പു നൽകിക്കൊണ്ടാണ് ഈ വിധി. രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് UDF പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് ഈ വാർത്ത. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവിന് ഇത് വഴി തുറക്കുകയും ചെയ്യും എന്നതിൽ തർക്കമില്ല. ന്യൂസ് ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ എന്തായാലും രാഹുൽ തിരിച്ചു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഉറപ്പായിട്ടും പുള്ളി തിരിച്ചു വരും. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തിരിച്ചു വന്നാൽ രാഹുലിന് കോൺഗ്രസ്സിൽ ഏത് പദവിയിലോട്ടായിരിക്കാം അടുത്തൊരു ചാൻസ്? ഇപ്പം നിലവിൽ പുള്ളി MLA, എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പുള്ളി MLA ആയിരുന്നു. പക്ഷേ ഇനി തിരിച്ചു വരുമ്പോഴത്തേക്ക് പാർട്ടി നല്ലൊരു പദവി തന്നെ പുള്ളിക്ക് കൊടുക്കും. നിങ്ങൾ നോക്കിയോ, അടുത്ത ഒരു മന്ത്രി തന്നെ ആയിരിക്കും രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തതായിട്ട് പിന്നെ